ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക ചിത്രമായ ബസൂക്ക റിലീസിനെത്തുന്നത് ഏപ്രിൽ 10-നാണ്. ഇനി ജസ്റ്റ് 7 ദിവസം കൂടെ ഉള്ളു. ഇതിന്റെ കൂടെ തന്നെയാണ് ആലപ്പുഴ ജിംഖാന റിലീസാകുന്നത്. അതും ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി അജിത് കുമാർ നായകനെത്തുന്ന ഈ 3 ചിത്രവും ഒരുമിച്ചാണ് റിലീസാകുന്നത് ഏപ്രിൽ 10-ന്. പക്ഷെ ഏപ്രിൽ 10-ന് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് മമ്മൂക്കയുടെ ബസൂക്കയ്ക്ക് വേണ്ടിയാണ്. ബസൂക്കയുടെ ബുക്കിംഗ് UAE ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ ഒരു പോസ്റ്ററും വന്നിട്ടുണ്ട്. പോസ്റ്ററിൽ എല്ലാ തവണത്തെയും പോലെ ജസ്റ്റ് സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂക്കയുടെ ഒരു പിക്ക് മാത്രമാണ് ഉള്ളത്. അടുത്തത് ഒരു ക്യാരക്ടർ പോസ്റ്ററാണ് ബസൂക്കയുടെ. ദിവ്യ പിള്ളയാസ് ആനി ബെഞ്ചമിൻ പുള്ളിക്കാരി ഏതോ ഒരു ഓഫീസിൽ ഇരിക്കുന്ന ഒരു പിക്കാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അടുത്ത പറയാനുള്ളത് ദളപതി വിജയുടെ ജനനായകൻ എന്ന് പറയുന്ന സിനിമ വിജയുടെ അവസാനത്തെ ചിത്രമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ന്യൂസ്, രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ശേഷം തിയേറ്ററിലെത്തിയ വിജയ് ചിത്രം ഗോട്ട് കഴിഞ്ഞ വർഷത്തെ തമിഴ്നാട്ടിലെ ഇയർ ടോപ്പർ ആയിരുന്നു. പക്ഷെ കേരളത്തില് സിനിമ വമ്പം പരാജയമായിരുന്നു, നമുക്കൊക്കെ അറിയാം. പക്ഷേ വിനോദ് ഡയറക്റ്റ് ചെയ്യുന്ന വിജയ് ചിത്രമായിട്ടുള്ള ജനനായകൻ വിജയുടെ ഫെയർവെൽ ചിത്രമാകുമെന്നാണ് അണിയറ പ്രവർത്തകരൊക്കെ പറയുന്നത്. എന്നാൽ ജനനായകന് ശേഷം വിജയ് ഒരു ചിത്രം കൂടെ കമ്മിറ്റ്മെന്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും അധികം ഫാൻ ഫോളോയിങ് ഉള്ള മൂവി ലിയോ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ലോകേഷിന്റെ കൂലി, കൈദി 2 എന്നിവയ്ക്ക് ശേഷം ലിയോ 2-ന്റെ വർക്കുകൾ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അതിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് കുറേയധികം വാർത്തകളും റൂമേഴ്സും ഒക്കെ ഇപ്പം വരുന്നുണ്ട്. ലിയോ 2 ഉണ്ടെന്ന് പറഞ്ഞ് ഒഫീഷ്യലി ഇതുവരെയായിട്ടും കൺഫേം ആയിട്ടില്ല. വരുന്നതും ഫുള്ള് റൂമേഴ്സ് ആണ്. വിജയ് സിനിമയിലൂടെയാണ് വന്നത്. സിനിമ വഴിയാണ് പുള്ളിക്ക് ഇത്രയും ജനപ്രീതി ഉണ്ടായത്. അദ്ദേഹം നാളെ മത്സരിച്ച് ജയിച്ചാലും അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ വോട്ടും അതൊക്കെ വിജയ് എന്ന ഒറ്റ പേര് കൊണ്ട് കിട്ടിയതാണ്. ഇവിടെ നടൻ എന്ന് പറയുന്നതിനപ്പുറം വിജയ് എന്ന വ്യക്തിക്ക് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളിലും ഇലക്ഷനിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. സൈക്കിൾ ചവിട്ടി പോയിട്ട് പലതരത്തിലുള്ള BJP പ്രശ്നങ്ങൾ വന്നപ്പോഴും അദ്ദേഹം നേരിട്ടിറങ്ങി സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ സിനിമയിലൂടെ കണ്ടിട്ടുള്ള കഥാപാത്രം എന്നതിന് അപ്പുറത്തേക്ക് വിജയ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള സ്നേഹവും അതിനൊരു പ്രധാനമായിട്ടുള്ള കാരണമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ലിയോ 2 സംഭവിക്കുമോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യുക.